വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ക്ലാസ് ഇങ്ങനെ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ സെഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ 2 ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ സെഷൻ കണ്ടിട്ടില്ല. അതെന്താന്ന് വിചാരിച്ചാൽ, കാരണം എടുക്കുന്ന ടോപ്പിക്ക് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിലും ഐ തിങ്ക് ബെറ്റർ എന്തായിരിക്കും, ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനും എളുപ്പമായിരിക്കും കുറച്ചുകൂടെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഇടാത്ത. ആരും പഠിക്കാതിരിക്കരുത്, കാരണം ഈ ഒരു ക്ലാസ്സിൻ്റെ എയിം നമുക്കറിയാം 100% മാർക്ക് ആൻഡ് കെമിസ്ട്രി വിത്ത് പ്രോപ്പർ ബേസ്, അതാണ് എയിം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നിർത്തിയെന്ന് വെച്ചാൽ, അതായത് നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ടായിരുന്നു മെറ്റൽസിന്. അതായത് ആക്ടിവിറ്റി സീരീസിൽ ലോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ, മോഡറേറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആൻഡ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് അല്ലേ. അതിൽ നമ്മൾ ലോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ പറഞ്ഞു, സിമ്പിൾ ആയിരുന്നു. നെക്സ്റ്റ് മോഡറേറ്റീവ്ലി ആക്റ്റീവ് മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ, അതായത് മെറ്റൽസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസ് ലൈക്ക് ലെഡ്, സിങ്ക്, കോപ്പർ, ഇവരൊക്കെയാണ് നമ്മുടെ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസിലുള്ളത്. അപ്പം ദേ ആർ നോട്ട് സോ ആക്റ്റീവ് ആൻഡ് ദേ ആർ നോട്ട് ലെസ് റിയാക്റ്റീവ്, ബട്ട് ദേ ആർ മോഡറേറ്റ് ആക്റ്റീവ്. അപ്പം നമുക്കറിയാം, ആദ്യം തന്നെ നമുക്കൊരു ഓർ എർത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഓഫ് ഓർ എന്ന് പറയും. അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ്, അതായത് ഗാങ്ങിനൊക്കെ നമ്മൾ മാറ്റി നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്കതിൽ നിന്ന് മെറ്റലിനെ എടുക്കണം. അതാണ് നമ്മുടെ പ്രോസസ്സ് അല്ലേ. അപ്പോൾ യൂഷ്വലി നമുക്ക് കിട്ടുന്ന ഇവരുടെ ഓർ, അതായത് മെറ്റൽസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസിൽ കാണുന്ന ആൾക്കാരുടെ ഓർ ഒന്നെങ്കിൽ സൾഫൈഡ് ഫോംസിലോ അല്ലെങ്കിൽ കാർബണേറ്റ് ഫോംസിലോ ആണ്. സൾഫൈഡ് ഫോമും കാർബണേറ്റ് ഫോമിനെയും നമ്മൾ ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്ത് മെറ്റലാക്കുകയല്ല ചെയ്യുക. ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന്, ഫസ്റ്റ് വി വിൽ കൺവേർട്ട് ദം ഇൻ ടു ഓക്സൈഡ് ഫോം. ഓക്സൈഡ് ഫോമിലെത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് മെറ്റാലിക് ഓർസ്, ഈ മെറ്റൽസിൻ്റെ ഓർസിനെ സൾഫൈഡിലും കാർബണൈറ്റ്സിലും ഉള്ളത് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ആദ്യം അവരെ ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അതിനാണ് നമ്മൾ കിച്ചണിലെ റോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ റോസ്റ്റിംഗ് എന്തായിരുന്നു, ദി ഹീറ്റിംഗ് ഓഫ് ഓർസ് ഇൻ എക്സസ് ഓഫ് എയർ. ഹീറ്റിംഗ് ഓഫ് ഓർസ് ഇൻ എക്സസ് ഓഫ് എയർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, കാരണം മെറ്റൽ മെൽറ്റായി പോകരുത്. അപ്പം അതായിരുന്നു റോസ്റ്റിംഗ്. അപ്പോൾ സൾഫൈഡ് ഓർസിനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റിയാക്ഷൻ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാർബണേറ്റ് ഓറിനെ എങ്ങനെ നമ്മൾ ഓക്സൈഡ് ഓറിലേക്ക് മാറ്റും, അതിന് പറയുന്ന പുതിയ ടെക്നിക്കാണ്, ദാറ്റ് ഇസ് കാൽസിനേഷൻ. റോസ്റ്റിംഗ് അവിടെ കഴിഞ്ഞു, അതായത് എക്സസ് ഓഫ് എയറിൽ. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ച് വ്യത്യാസം. ദി ഹീറ്റിംഗ് ഓഫ് ഓർസ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതായത് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിലാണ് നമ്മൾ ഈ ഒരു കാർബണേറ്റ് ഓറിനെ ഹീറ്റ് ചെയ്യുക. ഹൈ എമൗണ്ട് ഓഫ് എയർ കൊടുക്കാതെ എക്സസ് ഓഫ് എയർ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ കൊടുത്തിട്ട് ഈ ഓക്സൈഡ് ഓറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ, ഈ കാർബണേറ്റ് ഓറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഓക്സൈഡ് ഓർ. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു ടേമും കൂടെ പഠിച്ചു, calcination. What is calcination? The heating of ore in limited supply of air is known as calcination. It is usually carried for carbonate ores. Carbonate ores-നാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. The carbonate ores are heated with limited supply of air below its melting point. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഓക്സൈഡിനെ കിട്ടും. ഓക്സൈഡിനെ കിട്ടിയ നെക്സ്റ്റ് പ്രോസസ്സ് എന്താ, റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ഇൻ ടു കറസ്പോണ്ടിങ് മെറ്റൽ റിഡ്യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പം നമ്മളൊന്നൊരു ജസ്റ്റ് റിയാക്ഷൻ എഴുതിയ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റോസ്റ്റിങ്ങും കാൽസിനേഷനും. അതായത് സിങ്ക് ഈസ് എ മെറ്റൽ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസ് ബിക്കോസ് ദേ ആർ മോഡറേറ്റ്ലി റിയാക്റ്റീവ്. സിങ്ക് തന്നെ 2 ടൈപ്പ് ഓഫ് ഓർസ് കാണുന്നുണ്ട്, സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞ ഓറും സിങ്ക് കാർബണേറ്റ് എന്ന് പറഞ്ഞതും. അപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും ഈസി സൾഫൈഡ് ഓർ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഓക്സൈഡ്, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് മെറ്റലിന് എടുക്കാം. അപ്പം സൾഫൈഡിനെ ഓക്സൈഡ് ആക്കാനുള്ള ടെക്നിക്കാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ദ ഓർ ഇൻ എക്സസ് ഓഫ് എയർ.
എക്സസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്തപ്പം സിങ്ക് ഓക്സൈഡും കിട്ടി, സൾഫർ ഡയോക്സൈഡും കിട്ടി. സൾഫർ ഡയോക്സൈഡ് ഇസ് എ ഗ്യാസ്, ഇറ്റ് വിൽ ഈസിലി വേപ്പറൈസസ്. അപ്പോൾ എന്ത് പറ്റി? സിങ്ക് സൾഫൈഡിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റി. വീണ്ടും പറയാണ് ബാലൻസിങ് ഇവിടെ എഴുതി കാണിക്കാത്ത. വി ഹാവ് ഡൺ എ ഗുഡ് വീഡിയോ ഓൺ ബാലൻസിങ് ദ ഇക്വേഷൻ. അതെന്തായാലും കണ്ട് അത് പഠിച്ചിരിക്കണം. കാരണം 11th-ലും 12th-ലും നമ്മൾ ഇനി ബാലൻസിങ് പഠിക്കാനുള്ളൊരു ടൈം കണ്ടു വെക്കരുത്. നമ്മൾ പഠിച്ച് അത് തറോ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുന്ന പോലെയാണ്. ചെറുപ്പത്തിലേ പഠിച്ചത് കൊണ്ട് നമുക്ക് പിന്നെയും അത് പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെയാണ് കെമിസ്ട്രിയിലെ ബാലൻസിങ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. സോ വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് സ്റ്റഡി ഇറ്റ് പ്രോപ്പർലി. അടുത്തതെന്ന് പറയുന്നത് കാൽസിനേഷൻ. ഞാൻ പറഞ്ഞു യൂഷ്വലി ഇവരുടെ ഓർസ്, അതായത് മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരിയലുള്ള മെറ്റൽസിൻ്റെ ഓർസ് സൾഫൈഡിലും കാർബണേറ്റ്സിലുമാണ്. കാർബണേറ്റ് ഓറിനെ നമ്മൾ എങ്ങനെ ചെയ്യും? സി എന്ന് ആലോചിച്ചാൽ മതി. കാൽസിനേഷൻ, കാർബണേറ്റ്. കാൽസിനേഷൻ ഇസ് ഫോർ കാർബണേറ്റ് ഓർ, സി. അപ്പം ഏതിനാണ് കാൽസിനേഷൻ ചെയ്യുന്നത്? കാർബണേറ്റ് ഓർസ്. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CO3. കാർബണേറ്റ് ഓർസിനാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുക. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ ഓറിനെ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ദ സിങ്ക് ഓക്സൈഡ് പ്ലസ് CO2. റോസ്റ്റിംഗ് കിച്ചണിൽ ആലോചിച്ചാൽ മതി. കിച്ചണിൽ നമ്മൾ റോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ എക്സസ് ഓഫ് എയറിലാണ് ചെയ്യൽ. നമ്മൾ അങ്ങനെ എയർ തട്ടരുതെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചെയ്യുക, എക്സസ് ഓഫ് എയറിൽ. അപ്പോൾ ഇതെന്നും ചോദിക്കുന്നത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്? Roasting is the process of heating the ores in excess of air, and calcination is heating the ores in limited supply of air. Roasting is done for mainly for sulfide ores. Rose, അതിലൊരു എസ് വരുന്നുണ്ട്, അങ്ങനെ ആയിരിക്കും റോസ്റ്റിംഗ്. സൾഫൈഡ് ഓർസ്. ആൻഡ് കാൽസിനേഷൻ ഇസ് ഡൺ ഫോർ കാർബണേറ്റ് ഓർസ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് ഓക്സൈഡ് ഫോമിൽ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്സൈഡ് ഓറിനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ദേ ആർ ഗെറ്റ് റിഡ്യൂസ്ഡ് ഇൻ ടു ദിയർ റെസ്പെക്ട്. അടുത്ത പ്രോസസ്സ് എന്താ? റിഡക്ഷൻ. നെക്സ്റ്റ് എന്താണ്? റിഡക്ഷൻ ഓഫ് ദിസ് ഓക്സൈഡ് ഓർ ഇൻ ടു മെറ്റൽ. ഇനി എങ്ങനെ ഇവരെ റിഡ്യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഓക്സൈഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ എന്താക്കി മാറ്റണം? മെറ്റലാക്കിയിട്ട് ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്യുന്ന ഫോമാണ് എന്ത്? റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷന് നമുക്കിവിടെ ഓക്സൈഡിനെ മെറ്റലാക്കി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബണെയാണ്. കാർബൺ ഇസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം, റെഡ്യൂസിങ് ഏജന്റ് എന്തായിരുന്നു? റിഡക്ഷൻ എന്ന് പറഞ്ഞ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. ആ ഓക്സിജൻ എടുത്തുകൊണ്ട് പോകാൻ ഒരാളെ വേണം. ആ എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് ഇവിടെ കാർബൺ. സോ കാർബൺ ഇസ് എ റെഡ്യൂസിങ് ഏജന്റ്. കാർബണിന്റെ ഏത് ഫോമാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? കോക്ക് അല്ലേ? കോക്ക്. നമ്മുടെ കൊക്കക്കോളയുടെ കോക്കല്ല, നമ്മുടെ കെമിസ്ട്രിയിലെ കോക്ക്. അപ്പോൾ ഈ കോക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് കെമിസ്ട്രിയിൽ. കോക്ക് ഇസ് യൂസ് എ റെഡ്യൂസിങ് ഏജന്റ്. എന്താ ഈ കോക്ക്? ഞാനാണെങ്കിലും പഠിക്കുന്ന സമയത്ത് കോക്ക് അങ്ങ് പഠിച്ചു വെക്കും. എന്താണെന്നുള്ളത് നമ്മൾ പിന്നെയാണ് ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലെസൺ വന്നപ്പോഴാണ് കോക്ക് എന്താ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താ കോക്ക്? കോക്ക് ഈസ് എ ഫോം ഓഫ് കാർബൺ അല്ലേ. ഇറ്റ് ഈസ് എ ഗ്രേ കളറായിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ളൊരു പോറസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഒരു സാധനം, ഒരു മെറ്റീരിയലാണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് കാർബൺ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ, അല്ലെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ കാർബണിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ത്? കോക്ക്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം, പക്ഷെ നമുക്കിപ്പോൾ എളുപ്പത്തിൽ ഞാൻ പറയില്ല. ഈ ഒരു ക്ലാസ് എന്താ? 100% മാർക്ക് വിത്ത് പ്രോപ്പർ ബേസ്. അപ്പോൾ ഈ കോക്ക് വെറുതെ ബൈ ഹാർട്ട് പഠിക്കേണ്ട. കോക്ക് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു ഫോമാണ്. അത് നമ്മൾ പറയും ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് കാർബൺ. അതൊക്കെ വലിയ ടേമായി. അങ്ങനെയൊന്നും വേണ്ട. ഈ കാർബണിനെ നമ്മൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കോള് അല്ലെങ്കിൽ കാർബൺ എന്ന് പറഞ്ഞ കോള് അല്ലെങ്കിൽ ചാർക്കോളിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. കോള് അല്ലെങ്കിൽ ചാർക്കോളിനെ ലിമിറ്റഡ് സപ്ലൈ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർബൺ കണ്ടന്റ് ഉള്ള ഒരു ഗ്രേ കളർ ഹാർഡായിട്ടുള്ളൊരു പോറസ് മെറ്റീരിയലിനെ കിട്ടും. ആ സാധനമാണ് ഈ കോക്ക് എന്ന് പറയുന്നത്. ഇതിൽ നല്ല എമൗണ്ട് ഓഫ് കാർബൺ ഉണ്ട്, ഇംപ്യൂരിറ്റീസും കുറവാണ്. അതുകൊണ്ട് ഈ കോക്കിനെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്?
റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ കാർബണിന്റെ കോക്ക് ഫോമാണ് ഇവിടെ റിഡക്ഷന് യൂസ് ചെയ്യുന്നത്. മനസ്സിലായാലോ? ഈ കോക്കൊന്നും നമ്മുടെ ടോപ്പിക്കിൽ പോലും ഇല്ല, ബട്ട് അറിഞ്ഞിരിക്കണം എന്താന്നുള്ളത്. എന്ത് പഠിക്കുമ്പോൾ എന്താന്നുള്ളത് അറിയാതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ oxide form of the metal is converted into corresponding metal by the reduction, and the reducing agent used is carbon in the coke form. Carbon നമ്മൾ കോക്കിൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ്. വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഈ മെറ്റാലിക് ഓക്സൈഡിനെ നമുക്ക് മെറ്റലാക്കി കൺവേർട്ട് ചെയ്യാം. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പഠിച്ചിട്ടില്ലായിരുന്നു? എന്തായിരുന്നു? അതായത് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു മോഡറേറ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അല്ലേ? ഇത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ മെറ്റല് ഈ ഓക്സിജൻ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും, ഈ മെറ്റലിനെ ഫ്രീ ആക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഡെയിലി എടുക്കുന്ന ടോപ്പിക്ക് പഠിക്കണം. ഡെയിലി എടുക്കുന്ന ടോപ്പിക്ക് പഠിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ആക്റ്റീവ് മെറ്റൽസ് ക്യാൻ റീപ്ലേസ് ദ ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദെയർ കോമ്പൗണ്ട്. അതായത് സൊല്യൂഷനിലായിരുന്നു നമ്മൾ പഠിച്ച കോമ്പൗണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പം ഇവിടെ നമുക്ക് ഒരു റിഡക്ഷൻ പ്രോസസ്സും കൂടെ യൂസ് ചെയ്യാം. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എങ്ങനെയാ നോക്കുക? Second method by which we can convert an oxide into their respective metals by using a highly reactive metal. ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ്, മാംഗനീസിന്റെ ഓക്സൈഡ് ആണ് MnO2, മാംഗനീസ് ഡയോക്സൈഡിനെ. അലൂമിനിയം is a very reactive metal which will react with manganese oxide and it will take the oxygen. അത് ഓക്സിജൻ എടുക്കും, എന്നിട്ട് മാംഗനീസിനെ ഫ്രീ ആക്കും. കണ്ടോ? മാംഗനീസ് മെറ്റലിനെ കിട്ടി, അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം മാംഗനീസ് ഇസ് റെഡ്യൂസ്ഡ് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ നടന്നു. അലൂമിനിയം ഇസ് ഓക്സിഡൈസ്ഡ്. എന്തുകൊണ്ടാണ് ഓക്സിഡൈസ് ചെയ്ത? എഡിഷൻ ഓഫ് ഓക്സിജൻ അവിടെ നടന്നു. മാംഗനീസ് ഓക്സിജനെ റിമൂവ് ചെയ്തു. സോ അവിടെ റെഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് ഇതിനൊരു റിഡോക്സ് റിയാക്ഷൻ എന്നും പറയാം. അതേ എക്സാമ്പിളാണ് കോപ്പർ ഓക്സൈഡിനെ അലൂമിനിയമായി റിയാക്ട് ചെയ്യുമ്പം കോപ്പർ ഓക്സൈഡ് റെഡ്യൂസ്ഡ് ആയിട്ട് കോപ്പറിനെയും കിട്ടി, അലൂമിനിയം ഓക്സിഡൈസ്ഡ് ആയിട്ട് അലൂമിനിയം ഓക്സൈഡും കിട്ടി. നമുക്ക് നമ്മുടെ മെറ്റൽ കിട്ടിയോ? കിട്ടി. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. റിയാക്ഷൻ ശ്രദ്ധിച്ചേ. ഈ ഒരു റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാണ്. പക്ഷേ ഈ റിയാക്ഷന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് എക്സാമിന് നന്നായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ സീ അയേൺ ഓക്സൈഡ്. നമുക്ക് ഇതൊക്കെ എന്താണ്, നമ്മുടെ കാൽസിനേഷനോ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിട്ടിയ ആളാണ് അയേൺ ഓക്സൈഡ്. ഈ അയേൺ ഓക്സൈഡിനെ അയേൺ ആക്കി മാറ്റാൻ ഞാൻ അലൂമിനിയം മെറ്റൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. അലൂമിനിയം ഇസ് വെരി ഹൈലി റിയാക്റ്റീവ്, സോ ഇറ്റ് വിൽ ഡിസ്പ്ലേസ് അയേണിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അലൂമിനിയം ഓക്സൈഡും അയേണും ഉണ്ടാവും. അതോടൊപ്പം ഹീറ്റും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹീറ്റ് എനർജി ഇസ് ഓൾസോ പ്രൊഡ്യൂസ്. അപ്പം ഫെറിക് ഓക്സൈഡ് when heated with aluminum, we are getting iron, aluminum oxide, and large amount of heat energy is produced. And this reaction is known as thermite reaction. Thermal energy develop ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് തെർമൈറ്റ് റിയാക്ഷൻ. ഇത് നന്നായി ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം. വാട്ട് ഇസ് തെർമൈറ്റ് റിയാക്ഷൻ? The reaction of iron oxide with aluminum, it will produce iron and aluminum oxide. Along with that, large amount of heat is produced, and this reaction is known as thermite reaction. ഈ ഒരു റിയാക്ഷന് പ്രാക്ടിക്കൽ ലൈഫിലും ആപ്ലിക്കേഷൻ ഉണ്ട്. This reaction is used for welding. എന്തെങ്കിലും വെൽഡ് ചെയ്യാനല്ല, വെൽഡിങ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സിനെ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില മെറ്റാലിക് സർഫേസിനെ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു കോമൺ എക്സാമ്പിളാണ് നമ്മുടെ റെയിൽവേ ട്രാക്കിനെ വെൽഡ് ചെയ്യാൻ.
റെയിൽവേ ട്രാക്കിനെ വെൽഡ് ചെയ്യാനും ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അയോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ രണ്ട് ചെറിയ ജോയിൻസ് ഒക്കെ, അതായത് ഈ റെയിൽവേ ട്രാക്കിലുള്ള ജോയിൻസ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിയാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നടക്കുന്ന വെൽഡിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് തെർമൈറ്റ് വെൽഡിങ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം വാട്ട് ഇസ് തെർമൈറ്റ് പ്രോസസ്, ഓർ റൈറ്റ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് തെർമൈറ്റ് റിയാക്ഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. ഓർ റൈറ്റ് എ റിയാക്ഷൻ, വാട്ട് ഇസ് തെർമൈറ്റ് റിയാക്ഷൻ, എക്സ്പ്ലെയിൻ, എങ്ങനെയും ചോദിക്കുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ ഏരിയ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മതി. അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസ്. ഞാൻ പറഞ്ഞല്ലോ, നന്നായി പഠിച്ചിട്ട് അങ്ങ് പോയാൽ മതി. ഈ തെർമൈറ്റ് റിയാക്ഷനൊക്കെ ചെറുതാണെന്ന് കാണുമ്പോൾ തോന്നുമെങ്കിലും മാർക്കിൽ നല്ല ഇതിൽ വരാറുണ്ട് കേട്ടോ. അപ്പം നന്നായി പഠിക്കുക, എന്നും പറയുന്ന പോലെ തന്നെ നന്നായി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ തന്നു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ക്ലിയർ ചെയ്തിട്ട് പോകാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ട്. കാരണം ടോപ്പിക്കിന് സ്പീഡിൽ അപ്ലോഡ് ആവും. കാരണം ഇനി കുറച്ച് ദിവസം കൂടെയൊക്കെ അല്ലേ ഉള്ളൂ. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യൊക്കെ വേണ്ടേ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാലേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ബാലൻസിങ് ഒക്കെ നന്നായി പഠിച്ചേക്കുക. ഫ്രീ കിട്ടുന്ന സമയത്ത് ബാലൻസിങ്ങും ആ ബാലൻസിങ് എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ബേസ് ഉണ്ടാക്കിയേക്കുക. എന്നാൽ എങ്ങനെ ആര് എപ്പോൾ ചോദിച്ചാലും നമുക്ക് നമ്മുടെ കയ്യിൽ ആൻസേഴ്സ് ഉണ്ടാവും. ക്ലിയർ? സോ ബൈ.